കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഓ മൈ ഗോസ്റ്റ് ക്ലയൻസ് എന്ന കൊറിയൻ സീരീസിൻ്റെ സ്റ്റോറീസാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഇത് ഓൺഗോയിങ് ആണ്. ഇതിൻ്റെ ഒരു 2 എപ്പിസോഡ് ഇനിയും ഔട്ടാവാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഡ് ആക്ടർ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റിലെ കാർഡിയോ തൊറാസിക് സർജനാണ് ഇതിൻ്റെ ലീഡ് ആക്ടർ. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയയിലെ സീരീസ് കണ്ടിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഈ ഒരു ധാരണയുണ്ട്, കൊറിയയിലെ ലൈഫ് അടിപൊളിയാണ്, അവിടുത്തെ ആൾക്കാരുടെ ഗേൾസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, കൺവീനിയൻസ് സ്റ്റോർ, ആ ഓരോ വീട്ടിൽ ഓരോ ടൂൾസ് തന്നെ മതി നമ്മുടെ ലൈഫ് ഭയങ്കര ഈസി ആക്കാൻ വേണ്ടിയിട്ടും നല്ല എന്താ പറയുക ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം, നല്ലൊരു സംസ്കാരമുള്ള ഒരു രാജ്യം, നല്ല വെറൈറ്റി ഫുഡ്സ് ഉള്ള ഒരു രാജ്യം, അങ്ങനെയൊക്കെയാണ് കൊറിയയെ പറ്റി പലർക്കും ഉള്ള. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികളിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ BTS ആർമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ കൊറിയൻ റിലേറ്റഡ് ഓരോ ആൾക്കും ഇഷ്ടപ്പെടാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൊറിയയുടെ നല്ല പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് നമ്മൾ അതിൽ ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സീരീസ് എയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കൊറിയയിലെ സമകാലിക പ്രശ്നങ്ങളെ ഭയങ്കര ഹാസ്യരൂപേണ, ഇതിൽ ഹാസ്യം മാത്രമല്ല സീരിയസ് ആയ സീനുകളും ഉണ്ട്, എന്നാലും ഹാസ്യരൂപേണ അവർ ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സീരീസ് എന്ന് എനിക്കൊരു തോന്നൽ. ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീലായിരുന്ന നായകൻ അയാൾ സേവിങ്സ് ഒക്കെ കൊണ്ട് വിറ്റിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ പാളിപ്പോയി ലാസ്റ്റ് പുള്ളി ലേബർ അറ്റേർണി ആയിട്ട് എക്സാം എഴുതി പാസ്സായി ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണലായി മാറുകയാണ്. എന്നിട്ട് പുള്ളിയുടെ ഒരു മനസ്സിൽ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോപ്പർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസ് പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇത്രയാണ് നിങ്ങൾക്ക് ഫൈന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ അവർ കൊടുത്ത് സെറ്റിൽ ചെയ്യും, അതുകൊണ്ട് ജീവിച്ചു പോകാം, ആ രീതിയിൽ ലൈഫ് ലാവിഷായി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. സെൽഫിഷായ ഒരു അഡ്വക്കേറ്റിൻ്റെ സ്റ്റോറി ആയിരുന്നു. പക്ഷെ ആൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കും. ആ ആക്സിഡൻറ്റിൽ ഇത് കുറച്ച് സൂപ്പർ നാച്ചുറൽ പോലെയാണ്. ആ ആക്സിഡൻറ്റിൽ ഒരു ഏജിൽ പോലെ ഒരാൾ വന്നിട്ട് പറയും, നിനക്ക് ഒരു 6 month ടൈം പീരീഡ് തരാം, ആ ടൈമിൽ നീ കംപ്ലീറ്റ് മരിച്ചു കഴിഞ്ഞ് പക്ഷേ പീസ് എന്താ പറയുക മുക്തി നേടാത്ത ആത്മാക്കൾ ഒരുപാടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അവർക്ക് മുക്തി നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ആക്സിഡൻറ്റിൽ നീ മരിക്കില്ല, പക്ഷേ നീ മുക്തി നേടിക്കൊടുക്കാത്ത പക്ഷം അപ്പം തന്നെ നീ മരിക്കും. അപ്പം ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ സെൽഫിഷായ അഡ്വക്കേറ്റ് ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ അത്തരം ആത്മാക്കളെ സഹായിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വരുന്ന ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ കോളേജിൽ നിന്ന്, നല്ല എന്താ പറയുക ഇപ്പോൾ ഇൻഫോസിസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡായ ഓരോ സ്ഥലത്തും പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഇവിടെ വരുന്നത് ഈ കുട്ടി ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലോട്ട് എത്തുന്നത് ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ ആ ഫാക്ടറിയിൽ ഫസ്റ്റ് എന്താ പറയുക ഒരു ന്യൂ ജോയിനായി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മെഷീനറീസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാണെന്നൊരു ക്ലാസ്സും കൊടുക്കാതെ ആളെ നേരെ പണിയിലെടുപ്പിക്കുകയാണ്. അപ്പോൾ കൊറിയയിൽ വെക്കേഷൻ അതായത് ലീവുള്ള ദിവസമൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പ്ലസ് ഏജിൽ ഒരുപാട് താഴെയുള്ള കുട്ടികൾക്ക് ഇത്ര വർക്ക് മാത്രമേ കൊടുക്കാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കമ്പനി ഇതൊന്നും നോക്കാതെ ലീവുള്ള ദിവസം ഈ പറയുന്ന ന്യൂ ജോയിനെ കുട്ടീനെ കൊണ്ട് ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ അപ്പർ ബോഡി മൊത്തം മെഷീൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി 911 കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഇത്രയും ഇവിടെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കേസ് വരുന്നുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, ആ കുട്ടി മരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അവർ കോൾ ചെയ്യുന്നത് ആംബുലൻസിന്. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഇത്തരം മെഷീൻസ് പ്രോപ്പറായി വർക്ക് ചെയ്യാത്തത് കൊണ്ടും സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, പ്രോപ്പർ ഗൈഡൻസ് ഇല്ല, ആ ഒരു സോഷ്യൽ പ്രശ്നങ്ങളെയാണ് ഈ ഒരു എപ്പിസോഡ് കൂടെ കാണിക്കുന്നത്. അത് പിന്നെ ആത്മാവിന് എന്താണ് വക്കീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ കോമ്പൻസേഷൻ വാങ്ങി അതിന് ആ ഫാക്ടറിയിലുള്ളവർക്ക് ജയിലിലാക്കി അങ്ങനെ ആ കേസ് സെറ്റിലായി. രണ്ടാമത് വരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു ജൂനിയർ നേഴ്സാണ്. അപ്പം നഴ്സുമാർക്ക് നമുക്ക് ഓൾറെഡി അറിയാം ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ ജൂനിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റാഗ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ റാഗ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല, പക്ഷെ അതുപോലെ ഈ ജൂനിയർ നേഴ്സിനെ കൊണ്ട് സീനിയർ നേഴ്സുമാർ കുറേ പണികൾ എടുപ്പിക്കും. പ്ലസ്
ഇതിലെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ റോങ് ആയിട്ട് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും ഒരു സീരിയസ് ആയി വന്ന പേഷ്യൻറ്റിന്. അപ്പോൾ ഈ നേഴ്സാണ് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി കാണുന്നത് ഈ നേഴ്സ് ചെയ്യുന്നതാണ്. സോ ബ്ലെയിം മൊത്തം ആ കുട്ടിക്ക് വരും. പക്ഷെ ശരിക്കും അവിടെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ആ ഡോക്ടറായിരുന്നു. അയാളും ഈ നേഴ്സിൻ്റെ തലയിൽ കുറ്റം പറയും. അങ്ങനെ നേഴ്സ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സൂയിസൈഡ്, അതായത് ചാടി സൂയിസൈഡ് ചെയ്യാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്താ പറയുക, അവിടെ ഒരു ചാർജ് ഷീറ്റ് പോലെ ഒരു സാധനം ഉണ്ട്, മരുന്ന് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്ന്. പക്ഷെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ പോകുന്നത് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലുകാർ അവിടെ ഇതറിയുന്ന എല്ലാവരെ കൊണ്ടും ഒരു എന്താ പറയുക ഒരു അഗ്രിമെൻ്റ് എഴുതി വാങ്ങിക്കും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് പണിഷ്മെൻറ്റ്സ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഹോസ്പിറ്റൽ സൈഡിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു എപ്പിസോഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ നല്ല ഇൻഡസ്ട്രിയിലൊക്കെ, അതായത് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് സ്റ്റാഫ് ഉണ്ടാകും ക്ലീനിങ്ങിന്. പക്ഷെ നമ്മൾ എത്ര പേര് അവരുടെ അടുത്ത് നോക്കി ചിരിക്കുക, അല്ലെ അവരൊരു നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് കെയർ ചെയ്യുന്നവരുണ്ട്? ആരും ഉണ്ടാവില്ല. വളരെ കുറച്ച് പേരെ അവരെയൊക്കെ അങ്ങനെ ഒരു ഹ്യൂമൻസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത്തരം ആൾക്കാരുടെ അതായത് അവരുടെ ഒരു സർവൈവൽ, അവരും മനുഷ്യരാണ്, അവർക്കും ഈ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് പൈസ കിട്ടണം. അല്ലെങ്കിൽ ഇപ്പം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ആ യൂണിവേഴ്സിറ്റിക്ക് ആൾക്കാരെ വെട്ടിച്ചുരുക്കണം, പക്ഷേ ബഡ്ജറ്റ് ക്രൈസിസിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അവിടെ ഡയറക്റ്റായിട്ട് എടുത്ത എംപ്ലോയീസിനെ എന്തോ അവർക്ക് അങ്ങനെ ഫയർ ചെയ്യാൻ പറ്റില്ല, അതിനെന്തോ ലോ വഴി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 50 വയസ്സിന് മേലെയുള്ള ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളെ ഒക്കെ കൊണ്ട് ഒരു എക്സാം എഴുതിക്കും. എല്ലാ ആഴ്ചയും 3 തവണ തോറ്റ ആ ആള് ജോബിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെയാണ് കണ്ടീഷൻ. അപ്പം ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വരുന്നത്? ബാത്റൂം കഴുകുന്ന സ്റ്റാഫിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ആ ബിൽഡിങ്ങിൻ്റെ 3ാമത്തെ നില പണിത വർഷം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ഇന്ന സോങ്, പണ്ട് ഇത്രാമത്തെ ചെയർമാൻ ആരാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കുറേ ഇംഗ്ലീഷ് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ടല്ലാണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്ന ആൾക്കാരുടെ ഒരു സ്റ്റോറിയാണ് ആ ഒരു എപ്പിസോഡിൽ വരുന്നത്. അങ്ങനെ ഓരോ എപ്പിസോഡും അവിടെ കുറേയിലെ ഓരോ നമ്മൾ കാണുന്ന നല്ല സൈഡല്ല, അതിനൊരു മോശം സൈഡും ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സീരീസാണ് ഓ മൈ ഗോസ് ക്ലൈൻസ്. ഇത് സാധാരണ പോലെ നമുക്ക് ഗൂസ് ബംസ്, ഫീൽ ഗുഡ് അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇതൊരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഒക്കെ, അല്ലെ സോഷ്യൽ മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ചിന്താഗതിയെ തിരുത്തും. കൊറിയ എന്ന് പറയുമ്പം ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരും നല്ല ലൈഫ് സ്റ്റൈലും ഒപ്പ ഉണ്ണി ഇത് മാത്രമല്ല, ഇങ്ങനൊരു സൈഡ് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സീരീസാണ് ഓ മൈ ഗോസ് ക്ലൈൻസ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്.